സമ്പത്തിൻ്റെ സുവിശേഷം എന്ന വചന പഠന വിചിന്തന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എപ്പിസോഡുകൾ അനേകം പേരുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നുവെന്നും പല ജീവിതത്തിലും സാമ്പത്തികത്തെ കൈകാര്യം ചെയ്യാൻ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അവർക്ക് സാധിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കും. സ്വദേശത്തും വിദേശത്തു നിന്നും പല വ്യക്തികളും വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചിലരൊക്കെ എനിക്കിങ്ങനെ എഴുതി അയച്ചു തരും, ടീച്ചറെ ഇത്ര അസറ്റുണ്ട്, ഇത്ര ലോണുണ്ട്, പിടിക്കാൻ ഇന്ന ചിട്ടിയുണ്ട്, പിടിച്ച ചിട്ടി ഇത്രയൊക്കെ, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകണമെന്ന് പറയുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് വരച്ച് കോളമൊക്കെ ആക്കി ചിലരൊക്കെ അവരുടെ കൃത്യ ശമ്പളം, അവരുടെ കൃത്യം എന്താണ് സേവിങ്സ്, ഇതൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തി എനിക്കിങ്ങനെ അയച്ചു തരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ കിട്ടുമ്പോൾ ഞാൻ അല്ലെങ്കിൽ അവർ എത്രത്തോളം സുതാര്യത ഈ മേഖലയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നൊക്കെ. പ്രത്യേകിച്ച് അവർ പറയും, ഇനി ഒരു വീട് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ ഇപ്പോഴേ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോഴേ ഇതാണ് എൻ്റെ വരുമാനം, ഇത്ര എനിക്ക് ചിലവുണ്ട്, ഇത്രയും മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ട്, ഇതുകൊണ്ട് എനിക്ക് എന്നൊരു വീട് പണിയാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ഓരോരുത്തർ എഴുതി ചോദിക്കുകയും അത് അയച്ചു തരികയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ ഓർക്കാറുണ്ട്, ഈ നമ്മുടെ എപ്പിസോഡുകൾ അവരുടെ ജീവിതത്തിൽ അത്രത്തോളം ഉപകാരപ്രദമാകുന്നു എന്നുള്ളത്. പലപ്പോഴും കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് ഒരു സാമ്പത്തിക സാക്ഷരതയുമായിട്ടുള്ള ക്യാമ്പിൽ ചെന്നപ്പോഴേ ഞാൻ നേരിട്ടൊരു ചോദ്യം വരുന്നു. അവർ ചോദിച്ചു, ടീച്ചറെ എന്തുകൊണ്ടാണ് കുറേ പേര് ധനികരായും കുറേ പേര് ദരിദ്രരായും കുറച്ച് പേർക്ക് കൂടുതൽ സ്വത്തും കുറച്ച് പേർക്ക് ഇല്ലാതെ ഇങ്ങനെയൊക്കെ ലോകത്തിങ്ങനെ കാണപ്പെടുന്നത് എന്തിനാണ്? ദൈവം എന്തിനാണ് കുറേ പേരെ ധനികരായും കുറേ പേരെ ദരിദ്രരായും സൃഷ്ടിച്ചത്? കുട്ടികളുടെ ചോദ്യമാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യവുമാണ് അല്ലേ. അവർക്കത് മനസ്സിലാകുന്നില്ല. ഇൻകം ഡിസ്പാരിറ്റീസ്, എന്തുകൊണ്ട് ഇൻകം ഡിസ്പാരിറ്റീസ് ഇൻ ദ സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു? സത്യത്തിൽ ഞങ്ങൾ എക്കണോമിക്സ് പറയുന്നത് ഈ ഇൻകം ഡിസ്പാരിറ്റീസ് ആണ് എക്കോണമിയെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും ഒരേ വരുമാനവും എല്ലാവർക്കും ഒരേ ജീവിത സാഹചര്യമാണെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ആരധ്വാനിച്ചാലും ഒരേ ശമ്പളമാണെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ അധ്വാനിക്കാനുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ ഉടലെടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളെപ്പോഴും പറയേണ്ടത് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് വെച്ചാൽ സമത്വം ഇല്ലാത്ത രീതിയിലുള്ള ഇതിൻ്റെ വിതരണമാണ് ഒരു പ്രസ്ഥാനത്തെയും ഒരു രാജ്യത്തെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കമ്പനിയിൽ മാനേജർക്കും പിയൂണിനും ക്ലർക്കിനും ഓണർക്കും എല്ലാം ഒരേ ഇൻകം ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയിൽ ആരെങ്കിലും പണിയെടുക്കുമോ? കമ്പനി മുന്നോട്ട് പോവോ? കമ്പനി വളരുമോ? അപ്പോൾ അതുകൊണ്ട് ക്ലർക്കായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഓഫീസർ ആകണം, അപ്പോൾ കൂടുതൽ അധ്വാനിക്കും. ഓഫീസറായിട്ടിരിക്കുന്ന ഒരാൾക്ക് മാനേജ്മെന്റ് പൊസിഷനിലേക്ക് കയറണം, അപ്പോൾ കൂടുതൽ അധ്വാനിക്കും. മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആളായിരിക്കണം ഇതിൻ്റെ ഓണർഷിപ്പിലേക്ക് വളരണം, അപ്പോൾ അയാൾ കൂടുതൽ അധ്വാനിക്കും. അതുകൊണ്ട് ഈ ഡിസ്പാരിറ്റീസ് നല്ലതാണ്. എന്നാലും പലപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ദരിദ്രരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സമ്പന്നർക്ക് വേണ്ടിയുള്ള ഒരു വാർണിംഗ് സിഗ്നലും കൂടിയാണല്ലോ അല്ലേ. പല രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ധനം നമ്മൾ കാണപ്പെടുന്നത്, ധനമുള്ളത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ധനമേഖലകളെ നമ്മളെടുത്തൊക്കെ പഠിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധനമേഖല ഞാൻ പറയും സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയും. സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു ആധ്യാത്മികപരമായ ഒരു വിവേകമാണത്. ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരാത്മീയ വിവേകമാണ് ഏറ്റവും വലിയ സമ്പത്ത്. എന്തുകൊണ്ടാണ് ഞാനത് അത് അത്രത്തോളം വലിയ സമ്പത്താണെന്ന് പറയാൻ കാരണം, അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ എല്ലാം സ്വന്തമാക്കാനും സ്വായത്തമാക്കാനും നമുക്ക് എളുപ്പമാണ്. കാരണം ആ ഒരു വിവേകം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കൊരു വൈസ് ബജറ്റിങ് സാധിക്കുന്നു. വൈസ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിപൂർവമായ ബൗദ്ധിക തലത്തിലുള്ള നല്ല ബജറ്റിംഗ് നടത്താൻ പറ്റും. എന്താണ് ബജറ്റിംഗ്? നമ്മൾ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം, സാമ്പത്തിക വർഷം ഏപ്രിലിൽ തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്നു. നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ സമ്പത്തിൻ്റെ മേഖലയിലെ ബജറ്റിംഗ് നടത്തുക അല്ലേ, അതിൻ്റെ വിനിയോഗം സുഗമമാക്കുക എന്നുള്ളതാണ്. ഒരു ബജറ്റിൽ കുറഞ്ഞത് 4 കാര്യങ്ങൾ വേണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സിമ്പിൾ ബജറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില ടിപ്പുകളാണ് ഈ എപ്പിസോഡിലുള്ളത്. സിമ്പിൾ ബജറ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിൽ ഒരു 4 കോളം വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ വരുമാനം എഴുതുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? അത് ശമ്പളമാണോ, അത് കിട്ടുന്ന വല്ല ഡിവിഡൻറ്റുകളാണോ, അതെന്തെങ്കിലും ലാഭങ്ങളാണോ, വാടകയാണോ, തേങ്ങയാണോ, മറ്റ് ഏത് മേഖലയിലൂടെയാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നത്? അത് ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ
കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, സാമ്പത്തിക മേഖലകൾ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനം വഴക്കാണ്. അത് അവസാനം വഴക്കായി മാറുന്നുണ്ട്, പിന്നെ അത് മുറിവുകളാക്കുന്നു. അതുകൊണ്ട് ഒന്ന് ചിരിക്കാതിരിക്കുന്നതാണ് ഉചിതം എന്ന് എന്നോട് പറഞ്ഞ ചില ദമ്പതികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് സാധിക്കുമെങ്കിൽ അതൊന്ന് എഴുതുക. നമ്മളൊരു വൈസ് ബഡ്ജറ്റിങ്ങിലേക്ക് പോകുന്നത് കേട്ടോ. ഈ വൈസ് ബഡ്ജറ്റിങ്ങിനാണ് ആദ്യത്തെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വേണ്ടത്, ആത്മീയമായിട്ടുള്ള ഒരു ബുദ്ധി, വിവേകം, ജ്ഞാനം വേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ അല്ല പിന്നീട് പൂരിപ്പിക്കേണ്ടത്, ഉടൻ തന്നെ നമ്മൾ പൂരിപ്പിക്കേണ്ട കോളം നാലാമത്തതാണ്. നാലാമത്തെ കോളം സമ്പാദ്യത്തിൻ്റെ കോളമാണ്. സമ്പാദ്യത്തിൻ്റെ കോളം വരുമാനം കിട്ടിയാൽ അപ്പോൾ തന്നെ കുറഞ്ഞത് ഒരു 20% കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്, കുറഞ്ഞത് ഒരു 20% സമ്പാദ്യത്തിൻ്റെ കോളത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കണം. ഒരു എപ്പിസോഡിൽ ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ദീർഘമായി നിങ്ങളോട് സംസാരിച്ചതാണ്. അപ്പോൾ അതങ്ങോട്ട് എഴുതി വെക്കുന്നത് എന്തിനാണ്? ആദ്യം, കാരണം ചെലവ് കഴിഞ്ഞിട്ട് സമ്പാദിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് സമ്പാദ്യം കഴിഞ്ഞിട്ട് വേണം ചിലവിനെ കുറിച്ച് ചിന്തിക്കാൻ. വാട്ട് ഈസ് ലെഫ്റ്റ് ഔട്ട് ഓഫ് സേവിങ് ഈസ് കൺസംഷൻ എന്നാണ് എക്കണോമിക്സ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. എക്കണോമിക്സ് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും വൈ എന്നുള്ള അക്ഷരമാണ് ഇൻകത്തിന് ഉപയോഗിക്കുന്നത്. വൈ മൈനസ് എസ് ഇസ് ഈക്വൽ ടു സി എന്നാണ്. അതായത് സി കൺസംഷൻ, എസ് സേവിങ്. അപ്പോൾ സി ഉണ്ടാകണമെങ്കിൽ എസ് കുറയ്ക്കണം ഇൻകത്തിൽ. അതിനാണ് നമ്മൾ അത്രയും തിയററ്റിക്കായിട്ടുള്ള എക്കണോമിക്സ് പറയുന്ന എപ്പിസോഡല്ല ഇത്. നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന മറ്റൊരു ഭാഷയിലാണ് നമ്മൾ സാമ്പത്തികം ഇവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കണം, വാട്ട് ഈസ് ലെഫ്റ്റ് ഔട്ട് ഓഫ് സേവിങ് ഈസ് കൺസംഷൻ. ചെലവ് കഴിഞ്ഞിട്ട് മിച്ചം വരുന്നതല്ല സമ്പാദ്യം, സമ്പാദ്യം കഴിഞ്ഞിട്ട് മിച്ചം വരുന്നതാണ് ചിലവ്. ആ തിയറി പറയാനാണ് ഞാനിത് പറഞ്ഞത്, ഈ ഇക്വേഷനൊക്കെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നാലാമത്തെ കോളമായിട്ടുള്ള സമ്പാദ്യത്തിലേക്ക് നമ്മൾ വെക്കും. എത്ര ഇല്ലാത്തവനാണെങ്കിലും എത്ര കടമുള്ളവനാണെങ്കിലും അല്പം പൈസ, അല്പം രൂപ, അല്പം ഈ സമ്പാദ്യ കോളത്തിലേക്ക് മാറ്റണം. കാരണം അതിൽ നിന്നാണ് നമുക്കൊരു എമർജൻസി ഫണ്ട് വരുന്നത്. വാട്ട് ഈസ് എമർജൻസി ഫണ്ട്? അടിയന്തരമായിട്ട്, അടിയന്തരം എന്ന് പറഞ്ഞാൽ അടിയന്തരം കൂടുക എന്നല്ല കേട്ടോ, അത്യാവശ്യങ്ങൾക്ക് ഒരു പെട്ടെന്നൊരാവശ്യം വന്ന്, അതൊരു മരണാവശ്യമാകാം, ഒരു അപകടമാകാം, ഒരു രോഗമാകാം, മറ്റെന്തെങ്കിലും ആകാം. അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ഹാപ്പനിങ്. കാരണം ലൈഫിനകത്ത് എക്സ്പെക്റ്റഡ് തിങ്സും ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് തിങ്സും ഉണ്ട് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുകളുണ്ട്, അപ്രതീക്ഷിത ചിലവുകളുണ്ട്. അപ്രതീക്ഷിത ചിലവുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാതിരുന്നത്. ചില ആളുകളൊക്കെ എമർജൻസി ഫണ്ട് എടുക്കുന്നത് ഇങ്ങനെയാണ്. ചിലരെന്നോട് പറഞ്ഞത്, അവരൊരു റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങും, RD എന്ന് പറയും. റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു കൊമേഴ്സ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ബാങ്കിലോ ചെന്നിട്ട് അവരോട് ഒരു RDയുടെ ആപ്ലിക്കേഷൻ ഫോം തരാൻ മുന്നേ അവർ തരും. അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ മാസവും കൃത്യസമയത്ത് എൻ്റെ ഈ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറുന്നതിനെയാണ് RD എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ 25-ാം തീയതി, എല്ലാ മാസവും 25-ാം തീയതി 1000 രൂപ വെച്ച് കട്ട് ചെയ്ത് മാറ്റിക്കോ എന്ന് പറയുന്ന ലളിതമായൊരു ഫോർമുല. ബാങ്ക് ചെയ്തോളും, നമ്മൾ ചെയ്യേണ്ട ബാങ്ക് ചെയ്തോളും. അങ്ങനെ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ആ പൈസ വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിൽ ടച്ച് ചെയ്യാതെ ഇടും. ഇത് എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ്, അതിൽ ടച്ച് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് ആ പൈസ മച്യൂറായി എടുക്കാതെ അവിടെ ഇടുന്നു. അതെൻ്റെ എമർജൻസി ഫണ്ടാക്കി ഞാൻ മാറ്റിയിട്ടിരിക്കുകയാണ്. അറ്റ് എനി ടൈം ഐ ക്യാൻ യൂസ് ഇറ്റ് എന്നുള്ളത് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് സ്വർണത്തിനൊക്കെ വില കൂടിയപ്പോഴത്തേക്ക് അറ്റ് എനി ടൈം മണി ഗോൾഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഗോൾഡ് ഈസ് ലിക്വിഡ് എന്നാണ് എക്കണോമിക്സ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഗോൾഡ് ഈസ് ലിക്വിഡ്, ദാറ്റ് മീൻസ് ലിക്വിഡ് ഫോം ഓഫ് അസറ്റ്. അത് ഒഴുകിക്കൊണ്ടിരിക്കും, അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വന്നിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് ഇതിനെ ലിക്വിഡ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സമയത്തും ക്യാഷാക്കി മാറ്റാം എന്നുള്ളതാണ്. ഒരു എമർജൻസി ഫണ്ടായിട്ട് ഗോൾഡിനെ കരുതുന്നവരുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരു RD ആകാം, അല്ലെങ്കിൽ ഒരു ഗോൾഡ് ആകാം. ഗോൾഡ് നമുക്കറിയാലോ, അതൊരു പ്രദർശന മൂല്യമല്ല അതിനുള്ളത്, അതിനൊരു അസറ്റ് വാല്യൂ ഉള്ളത്. അസറ്റ് വാല്യൂവിന് വേണ്ടിയാണ് അത് ആൾക്കാർ സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് വെൽത്ത്, അത് പണത്തെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാലാമത്തെ കോളം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ മൂന്നാമത്തെ കോളം നമ്മുടെ കടത്തിൻ്റെ കോളമാണ്. കടം എല്ലാവർക്കും ഉണ്ട്. കടം എടുക്കുന്നതിനകത്തൊരു തെറ്റുമില്ല. കാരണം കട എന്തിനു വേണ്ടി എടുക്കുന്നു എന്നതിലാണ് തെറ്റ്. ഒരാളുടെ കടവും അയാളുടെ അസറ്റും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഒരാൾക്ക് 3 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും 30 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും 300 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും 3 കോടിയുടെ കടമുണ്ടെന്നും പറയുമ്പോൾ ആ കടവും ആ വ്യക്തിയുടെ ആസ്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്.
കാരണം അസറ്റിനെ ബേസ് ചെയ്താണല്ലോ കടം കിട്ടുന്നത്, ലോൺ കിട്ടുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ എനിക്ക് ഇത്ര കോടിയുടെ കടം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉടനെ അവരുടെ അസറ്റും കൂടി ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ കോളത്തിൽ കടമാണ്. കടമെടുക്കുന്നതിനകത്ത് ഒരു കുഴപ്പവുമില്ല. വ്യക്തികൾ കടമെടുക്കാറുണ്ട്, കുടുംബങ്ങൾ കടമെടുക്കാറുണ്ട്, സർക്കാർ കടമെടുക്കാറുണ്ട്, സംവിധാനങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ കടമെടുക്കാറുണ്ട്. പക്ഷെ എന്തിനു വേണ്ടി കടമെടുത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു അസറ്റ് ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ കടമെടുത്തു എന്ന് വിചാരിക്കുക. അതൊരു വാഹനമായിട്ടോ ഒരു വസ്തുവായോ ഒരു വീടായോ ഒക്കെ മാറുകയാണെങ്കിൽ അതിനകത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷെ കടത്തിന് എല്ലാ മാസവും അടയ്ക്കേണ്ട EMI കളുണ്ട്, ഇക്വിറ്റി മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. എല്ലാ മാസവും കൃത്യമായിട്ട് അടയ്ക്കേണ്ട തുകയുണ്ട്. ഇത് അടച്ചില്ലെങ്കിൽ പലിശ കൂട്ടുപലിശയായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ലോൺ എടുക്കുന്നതിലോ ലോൺ എടുത്തൊരു വീട് പണിയുന്നതിനോ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പ്രൊവൈഡഡ് അതൊരു എക്സ്ട്രാ വാഗൻസിന് വേണ്ടി, ഒരു ധൂർത്തിന് വേണ്ടി, ആരെയോ കാണിക്കാനാണ്. ചില കല്യാണങ്ങൾക്ക്, ചില പാവപ്പെട്ടവരുടെയൊക്കെ ചില കല്യാണങ്ങൾക്ക് നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ഫംഗ്ഷൻ കഴിയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ കടം എവിടെ ചെന്ന് നിൽക്കും, എങ്ങനെ അവരതിനെ ഫേസ് ചെയ്യും, എങ്ങനെ നേരിടും. കാരണം ആ കടം എടുത്തത് ഷോ ഓഫിന് വേണ്ടിയാണ്. ഇക്കണോമിക്സിൽ പറയും ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയും. നമുക്കില്ലാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പ്രദർശന മനോഭാവം എന്ന മലയാളത്തിൽ നമുക്കതിനെ വിളിക്കാം. ടെക്നിക്കൽ ടേം ഉപയോഗിക്കുകയാണെങ്കിൽ കോൺസ്പിക്വസ് കൺസംഷൻ എന്നൊക്കെയാണ് ഞങ്ങൾ എക്കണോമിക്സിൽ പറയുന്നത്. കോൺസ്പിക്വസ് കൺസംഷൻ, എനിക്കില്ലാത്തത് എന്തോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കടമെടുത്ത് കട്ടിക്കൂട്ടുന്ന എന്തിനെയോ ആണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കടമെടുക്കുന്നത് ഇങ്ങനെയുള്ള പർപ്പസിനാണെങ്കിൽ, ധൂർത്തിനാണെങ്കിൽ, ആരെയെ കാണിക്കാനൊക്കെ ആണെങ്കിൽ ഈ കടം നമ്മുടെ വരുതിയിൽ നിൽക്കത്തില്ല. മറിച്ച് ഇഫ് ഇറ്റ് ഈസ് ഫോർ കൺസ്ട്രക്റ്റീവ് പർപ്പസസ്, ക്രിയേറ്റീവ് പർപ്പസസ്, പ്രൊഡക്റ്റീവ് പർപ്പസസ്, ഉൽപാദനക്ഷമതയുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ് കടമെടുത്തതെങ്കിൽ ആ കടത്തിൽ ഒരു പ്രശ്നവുമില്ല. മാത്രവുമല്ല, കൃത്യമായി നമ്മൾ EMI അടച്ചടച്ച് വരികയാണെങ്കിൽ അസറ്റ് സ്വന്തമാവുകയും ചെയ്യും, പിന്നീട് കടം തീരുകയും. ഞാൻ ഒരിക്കലും ഒരു ബാങ്കിൻ്റെ CEOയെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ ഒരു ചാനലിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നു. സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ, ഞങ്ങളെപ്പോലുള്ള മധ്യവരുമാനക്കാരുടെ നല്ലൊരു ശതമാനവും പലിശയായിട്ട് നിങ്ങളിങ്ങനെ മേടിച്ചുകൊണ്ട് പോയല്ലേ ബാങ്ക് വളരുന്നത്, എന്തോ ഒരു പലിശയാണ് ഒരു ഹൗസിംഗ് ലോണിലൊക്കെ നിങ്ങളിങ്ങനെ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, സാർ എനിക്ക് 2 തരത്തിലാണ് മറുപടി തന്നത് ആ ചോദ്യത്തിന് ഉത്തരം. ഒന്ന്, നിങ്ങൾ ഒരു 20 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ലോൺ എടുത്തെന്ന് വിചാരിക്കുക. ആ 15 20 വർഷം കഴിയുമ്പോൾ ആ അസറ്റിൻ്റെ വില അതിനേക്കാളേറെ ഉയർന്നിട്ടുണ്ടാകും. പലപ്പോഴും നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടച്ചു തീർക്കുന്നത് എഴുതിക്കൂട്ടി നോക്കുകയാണെങ്കിൽ ലോൺ എടുത്തതിൻ്റെ 2.5 ഇരട്ടിയായിരിക്കും അടച്ചു തീർക്കുന്നത്. എന്നാൽ ആ വസ്തുവിൻ്റെ വില അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ വില 2.5 ഇരട്ടിയേക്കാൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ടാകും എന്ന സാർ പറഞ്ഞു. രണ്ടാമത് ആ സാറ് പറഞ്ഞു, അന്ന് ആ ലോൺ തന്നില്ലായിരുന്നെങ്കിൽ, കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് മേടിക്കുമോ, ഇതുണ്ടാക്കുമോ? അപ്പോൾ അങ്ങനെ കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കൂടി അദ്ദേഹം എനിക്ക് മറുപടി തരികയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, EMI കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എടുത്ത കടത്തിന് ഒരു വിഷമം ഉണ്ടാകത്തില്ല കേട്ടോ. മറിച്ച് മുടങ്ങിപ്പോയാൽ പണിപാടും. ഓർക്കുക, EMI മാത്രമല്ലാതെ ഇടയ്ക്കെങ്കിലും, കഴിഞ്ഞ ദിവസം ഒരു സാധാരണ വ്യക്തി, ഒരു ടാക്സി ഡ്രൈവറാണ്, എന്നോട് ഒന്നിച്ചും പുള്ളിക്ക് ഒരു വീട് വെക്കണമെന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുകയായിരുന്നു, ഒരു 25 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ എനിക്ക് സമാഹരിക്കാൻ പറ്റും, വീട്ടിലെ സ്വർണവും മറ്റെന്തെങ്കിലുമൊക്കെ കൂടി സമാഹരിക്കാനും പറ്റും. അങ്ങനെ ഒരു 35 ലക്ഷത്തിന് ഒതുങ്ങുന്ന ഒരു വീട് വാങ്ങിക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ബാങ്ക് 25 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മാസം എത്ര അടയ്ക്കണം? ഇതാണ് നല്ല ചോദ്യം. ഞാൻ പറഞ്ഞു, മാസം അടയ്ക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. ഇടയ്ക്കിടയ്ക്ക് ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ നല്ല ഓട്ടമൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അഡീഷണൽ അടിച്ചിട്ട് കാശ് കിട്ടുവാണെങ്കിൽ ആ പൈസയും കൂടി കൊണ്ടുവന്ന് ഈ മുതലിലേക്ക് അടയ്ക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. അങ്ങനെയെങ്കിൽ 15 വർഷത്തേക്ക് എടുത്ത ലോൺ നമുക്ക് 12 വർഷമായിട്ടും 10 വർഷമായിട്ടും ലോണിൻ്റെ കാലാവധി കുറച്ച് കൊണ്ടുവരാനും അതനുസരിച്ച് ലോണിൻ്റെ പലിശയിൽ നമുക്ക് ഇളവ് കിട്ടാനും സാധിക്കുമെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാണല്ലോ ടീച്ചറെ. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ട്രിപ്പുകൾ കിട്ടാറുണ്ട്, 3 ഡേ ട്രിപ്പ്. അപ്പോഴൊക്കെ എനിക്ക് നല്ലൊരു എമൗണ്ട് അപ്രതീക്ഷിതമായിട്ട് കയ്യിൽ വന്ന് ചേരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വന്നു ചേരുന്ന കാശ് കൊണ്ട് ഈ ലോണിലേക്ക് അടയ്ക്കുക. EMI മാത്രമല്ലാതെയും കൂടി അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിപൂർവ്വം നമുക്കതിനെ കൈകാര്യം ചെയ്യാം. അപ്പോൾ ബജറ്റിൽ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കോളത്തിൽ കടമാണെന്ന് പറഞ്ഞു. പിടിച്ച ചിട്ടി കടമാണ്, പിടിക്കാത്ത ചിട്ടി അസറ്റാണ്. ഓർത്ത് കൊള്ളണമേ, പിടിച്ച ചിട്ടി കടമാണ്, പിടിക്കാത്ത ചിട്ടി നമ്മുടെ അസറ്റാണ്, ആസ്തിയാണ്. അപ്പോൾ കടം ഏതെല്ലാം മേഖലയിൽ നിന്നാണെന്ന് വെച്ചാൽ കടം വീട്ടുക. എന്നിട്ട് വേണം
നമ്മൾ രണ്ടാമത്തെ കുളം ഫില്ല് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം കൂടി കൂട്ടിയിട്ട്, മൂന്നാമത്തെ കുളത്തിലെയും നാലാമത്തെ കുളത്തിലെയും തുക കൂട്ടിയിട്ട് ഒന്നാമത്തെ കുളത്തിൽ നിന്ന് കുറയ്ക്കുന്നതാണ് രണ്ടാമത്തെ കുളത്തിൽ എഴുതേണ്ട ചിലവ്. ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഏതൊരു എപ്പിസോഡിൽ ഇത് കുറച്ചുകൂടി കാര്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതും റെഫർ ചെയ്യാവുന്നതാണ്. 3 + 4 ആൻഡ് മൈനസ് ഇറ്റ് ഫ്രം 1, ദെൻ ഗിവ് ഇറ്റ് ഇൻ 2. ഒന്നും മനസ്സിലായില്ല അല്ലേ? മൂന്നാമത്തെ കോളത്തിൽ എഴുതിയ തുകയും നാലാമത്തെ കോളത്തിൽ എഴുതിയ തുകയും കൂടി കൂട്ടിച്ചേർത്ത് കിട്ടുന്ന തുക ഒന്നാമത്തെ കോളത്തിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ എഴുതാനുള്ള തുക ലഭിക്കുന്നു. ഇതാണ് ചെലവാക്കാനുള്ള തുക. ഇതിൽ ലിമിറ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ ബഡ്ജറ്റിംഗ് മനോഹരമാകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്നുള്ള ഞാൻ പറഞ്ഞ വാക്കിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നു. ആത്മീയമായിട്ടുള്ള ഒരു പക്വതയിലേക്ക്, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ ആത്മീയ പക്വത ഉണ്ടാകണം അല്ലേ? ആത്മീയ പക്വത ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? 10,000 ഭടന്മാരുമായിട്ട് നിങ്ങൾക്ക് നേരെ വരുന്നവരെ നേരിടാൻ നിങ്ങൾക്ക് എന്താണുള്ളത് അല്ലേ? അടിത്തറ പാകുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കുക, ഇത് മുഴുവൻ പണിയാനുള്ള ക്രയശേഷി എനിക്കുണ്ടോ എന്ന്. അപ്പം ഇപ്രകാരം നമ്മൾ ആ വചനഭാഗം നമ്മളൊരു എപ്പിസോഡിൽ ചിന്തിച്ചതാണ്. അവിടെ ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ആത്മീയമായ പക്വത, ഇത് ദൈവത്തിൽ നിന്ന് ചോദിച്ച് മേടിക്കേണ്ട ഒരു കൃപയാണ്. എൻ്റെ സാമ്പത്തിക മേഖല കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ വെൽത്ത്. ഫോംസ് ഓഫ് വെൽത്താണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലേ? ഒന്നാമത്തെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആണ്. രണ്ടാമത്തെ നമ്മുടെ വെൽത്താണ് നമ്മുടെ ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്സ്, സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെയുള്ള മാതാപിതാക്കൾ, മക്കൾ, ചെറുമക്കൾ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ. അത് വളരെ വാക്കുകളാലോ സാമ്പത്തികമായിട്ടോ നമുക്ക് തിട്ടപ്പെടുത്താനാവാത്ത അസറ്റാണ്. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ സമ്പത്തുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ വ്യക്തിബന്ധങ്ങൾ മറന്നു പോകുന്നു. ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം മറന്നു പോകുന്നു, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം മറന്നു പോകുന്നു, സമ്പത്തിൻ്റെ പുറകെ. പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയ സമ്പത്താണ് ഈ സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകളും മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ ആ ഒരു ബന്ധമാണ്. മൂന്നാമത്തെ ഒരു അസറ്റാണ് വിദ്യാഭ്യാസം. നോളജ് ഈസ് പവർ. അറിവ് ശക്തിയാണ്. അറിവ് ശക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ എത്രത്തോളം ഭംഗിയായിട്ട് മനോഹരമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നോ അത്രയും പഠിപ്പിക്കുക. നമ്മൾ തന്നെ ഒരു തൊഴിലുണ്ടെന്ന് വിചാരിക്കുക, ആ തൊഴിലിനെ മെച്ചപ്പെടുത്താൻ ഒരു ഡിപ്ലോമയും കൂടി എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു അഡീഷണൽ ഡിഗ്രിയും കൂടി എടുക്കാൻ പറ്റും, ഒരു അഡീഷണൽ കോഴ്സും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു. പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ട്രെയിനിങ് കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് കോഴ്സിൽ വരുന്ന പല ഉദ്യോഗസ്ഥരും ഞാൻ അവരോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്നത്? അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അവരെഴുതുന്നത്, ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ സ്കിൽസ്. എൻ്റെ കഴിവുകളെ, എൻ്റെ നിപുണതകളെ എനിക്ക് പറ്റും. ഇന്നലെയും കൂടി ഒരു ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു ഹോസ്പിറ്റലിൽ. അതേപോലെ എനിക്ക് ടീച്ചറിൻ്റെ അടുത്ത ബാച്ചിൽ എനിക്ക് അഡ്മിഷൻ തരുമോ? ഞാൻ എന്തിനാണ് ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ടീച്ചറെ, എനിക്ക് ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ എണീറ്റുന്ന ഒരു സാധനം പറയാൻ എനിക്ക് കഴിവില്ല. ഞാൻ പെട്ടെന്ന് വിറയ്ക്കും. ചെറിയ മീറ്റിങ്ങുകളിൽ പോലും എനിക്ക് അസ്വസ്ഥതയാണ്. ആരെങ്കിലും എന്നോടൊരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ പറഞ്ഞാൽ ഞാൻ ആകെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഡയറ്റീഷ്യനാണ് കാര്യം, രോഗികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാലും ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് പാടാണ്. അപ്പോൾ എന്തിനാ ഇപ്പോൾ ഇത് പഠിച്ചിട്ട്? എനിക്ക് ആവശ്യമുണ്ട് ടീച്ചർ, എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ജോലി സ്ഥലത്ത് കുറച്ചുകൂടി നിപുണതയോടെ, കുറച്ചുകൂടി സ്കിൽഫുള്ളായിട്ട് ഡീൽ ചെയ്യാൻ എനിക്കത് ആവശ്യമുണ്ട്. ഇങ്ങനെ കണ്ടെത്തി നമ്മളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇൻഫോർമലായിട്ടുള്ള അനൗപചാരികമായ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലകൾ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഈ നമ്മുടെ എപ്പിസോഡുകൾ കൃത്യമായിട്ട് കാണുന്ന ഒരാൾ UK നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പം നഴ്സിംഗ് മേഖലയിലാണ്, പക്ഷെ എനിക്കത് മാറണമെന്നുണ്ട്, എനിക്ക് നഴ്സിംഗ് മേഖലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, എന്താ ചെയ്യേണ്ടത്? എന്നാൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ ഒരു MBA എടുക്കുക, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ ഒരു ഡിഗ്രി എടുക്കുക, അതിനുശേഷം നഴ്സിംഗ് പ്രൊഫഷൻ കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നിർത്തിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറാമല്ലോ. അപ്പോൾ ടീച്ചർ അതിൻ്റെ കോഴ്സൊക്കെ എവിടെയാണ് ഉള്ളത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ഞാൻ പറഞ്ഞ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിദ്യാഭ്യാസം നമ്മൾ തന്നെ കണ്ടെത്തുകയും സ്വായത്തമാക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു അസറ്റാണ്, വലിയൊരു വെൽത്താണ്. ഫോംസ് ഓഫ് വെൽത്ത് ധനത്തിൻ്റെ മറ്റൊരു രൂപമാണ്. മറ്റൊരു രൂപമാണ് ക്യാരക്ടർ എന്ന് പറയും.
നമ്മൾ പറയത്തില്ല വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്നൊരു ചൊല്ലുണ്ടല്ലോ അല്ലേ. സ്വഭാവം, നമ്മൾ ആരായി എവിടെ എത്തിക്കഴിഞ്ഞ് ഏത് വലിയ പൊസിഷനിൽ എത്തിയിട്ടും ഇഫ് യു ഡോണ്ട് പോസസ് എ ഗുഡ് ക്യാരക്ടർ, മറ്റുള്ളവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രെഡിബിലിറ്റി, ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾ അവിടെയാണ്. ചില വ്യക്തികളുടെ ഇൻറ്റഗ്രിറ്റി നമ്മളെ വല്ലാതെ ഹൃദയത്തിൽ ഉടക്കും, അല്ലാതെ ഹൃദയത്തിൽ ടച്ച് ചെയ്യും. അവരുടെ ക്രെഡിബിലിറ്റി, ദ മാൻ ഓഫ് ക്യാരക്ടർ, ദ വുമൺ ഓഫ് വിസ്ഡം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സ്വത്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത്, ധനമെന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് പല രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ പല രൂപങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ അതിന് ശേഷം, ക്യാരക്ടറിനൊക്കെ ശേഷമാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വരുന്നത്. അപ്പം എൻ്റെ ഒരു ഓർഡർ ഒന്നുകൂടി ഒന്ന് ഓർത്തു കൊള്ളണമേ. ഞാൻ ആദ്യം പറഞ്ഞൊരു സ്പിരിച്വൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്, രണ്ടാമത് ഞാൻ പറഞ്ഞൊരു സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, മൂന്നാമത് എഡ്യൂക്കേഷൻ, നാലാമത് ക്യാരക്ടർ, ദെൻ പ്രോപ്പർട്ടി. സമ്പത്തെന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന പ്രോപ്പർട്ടിയാണ്. അല്ല. അപ്പോൾ സമ്പത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ടച്ച് ചെയ്ത വിവിധ മേഖലകളുണ്ട്, അത് സ്പർശിച്ചു പോകുന്ന വിവിധ തലങ്ങളുണ്ട്. ആ തലങ്ങളിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. പ്രോപ്പർട്ടി എങ്ങനെ ഉണ്ടാകുന്നു? ചിലർക്ക് പരമ്പരാഗതമായിട്ട് വീതമായിട്ട് കിട്ടിയ പ്രോപ്പർട്ടി ഉണ്ടെന്ന്, ചിലർ അധ്വാനിച്ച് സ്വയം ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടി. ഞാൻ പറയും, എത്രത്തോളം പരമ്പരാഗത സ്വത്ത് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ അധ്വാനിച്ച് തന്നെ നേടേണ്ടതാണ്. അതൊക്കെ അവിടെ കിടന്നോളും, അതൊക്കെ അസറ്റായിട്ട് കിടന്നോളും. മേ ബി നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത ജനറേഷനൊക്കെ പൊക്കോളും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അധ്വാനിക്കാൻ പറ്റുന്ന കാലഘട്ടത്തോളം അധ്വാനിക്കുക. ഞാൻ ചിലപ്പോൾ സീനിയർ സിറ്റിസൺസിനും ഗ്രാൻഡ് പേരൻസിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ആ പ്രായത്തിൽ പോലും സ്വയം അധ്വാനിച്ച് ജീവിക്കുന്ന ചില മനുഷ്യരെയൊക്കെ കണ്ടുമുട്ടാറുണ്ട്. ഗ്രാൻഡ് പേരൻസിൻ്റെ ഒക്കെ അടുക്ക ചിലപ്പോൾ ഞാൻ പറയും, നിങ്ങളൊന്ന് ജീവിതത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന. ഇല്ല മാഡം, എൻ്റെ ക്രിയേറ്റിവിറ്റി, എൻ്റെ ആർട്ടിസ്റ്റിക് ടാലൻസ്, അത് സ്റ്റിൽ ഐ ആം യൂസിങ്. അതെനിക്ക് തരുന്നൊരു പ്ലഷറുണ്ട്, ഇൻകമുണ്ട്. ഇത് രണ്ടുമുണ്ട്. ഇറ്റ്സ് മൈ പാഷൻ. ആ പാഷൻ 60 കഴിഞ്ഞിട്ടും 70 കഴിഞ്ഞിട്ടും 80 കഴിഞ്ഞിട്ടും തുടരുന്ന മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കുറേ ഗ്രാൻഡ് പേരൻസ് ഗ്യാതറിങ്ങിന് ക്ലാസ് എടുക്കാൻ പോയി. അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നത്. ആൻഡ് ഫൈനലി ആണ് നമ്മൾ കാണുന്ന ക്യാഷ്, അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത്. പണം അത് കയ്യിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആകാം, അത് ഡെപ്പോസിറ്റ് ആകാം, അത് ഷെയറായിട്ടോ മ്യൂച്വൽ ഫണ്ടായിട്ടോ ഡിവെഞ്ചറായിട്ടോ ഏതെങ്കിലും മറ്റു രൂപത്തിലായിരിക്കാം. ഫൈനലാണ് ക്യാഷ് എന്ന് പറയും. അപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് ഓർഡറിനെ ഞാനൊന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. സമ്പത്തെന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരും വരുമാനം ചിന്തിക്കുന്നു, അല്ല. ഉടനെ എല്ലാവരും കയ്യിലുള്ള കാശിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ല. ആ ഓർഡറിനെ ഒന്ന് കൃത്യമായിട്ട് തിരിച്ചിടുന്നതിൻ്റെ പേരാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ്. ഇപ്രകാരമുള്ള ആത്മീയ ബോധ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.